ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർ നമുക്ക് നൽകിയിരിക്കുന്ന വേദഭാഗം ശുദ്ധമുള്ള ലൂക്കോസ് എവങ്കേലിസ്ത എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 51 മുതൽ 62 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ക്രിസ്തുവിനെ ശമരിയക്കാർ തിരസ്കരിക്കുന്നതും അതിന് പ്രതികാരകരമായ സംസാരം ശിഷ്യന്മാരിൽ ഉണ്ടാകുന്നതും, എന്നാൽ ക്ഷമയും സ്നേഹവുമാണ് ഏറ്റവും വലുതെന്ന് യേശു തമ്പുരാൻ ഇവിടെ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ക്ഷമയും സ്നേഹവും എന്ന വലിയ സത്യം ശിഷ്യത്വത്തിൻ്റെ ഡിസൈപ്പിൾഷിപ്പിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഘടകങ്ങളാണ് എന്ന് യേശു തമ്പുരാൻ ഈ വേദഭാഗത്തിൽ കൂടി തൻ്റെ അരുമ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതിൻ്റെ സുന്ദരമായ ഭാഗങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2 ഉൾച്ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ദൈവികമാവുന്ന ദൗത്യങ്ങളിൽ വിശ്വസ്തരായി തീരുവാൻ നമുക്ക് സാധ്യമായി തീരണം. ദൈവികമാവുന്ന ദൗത്യങ്ങളിൽ വിശ്വസ്തരായി തീരുവാൻ നമുക്ക് സാധ്യമായി തീരണം. ഇവിടെ ആദ്യ വാക്യത്തിൽ തന്നെ കാണുന്നുണ്ട്, യേശുവിൻ്റെ ആരോഹണ നാളുകൾ തികയാറായപ്പോൾ യെരൂശലേമിലേക്ക് പോകുവാനായിട്ട് യേശു തമ്പുരാൻ ആഗ്രഹിച്ചു. അപ്രകാരം യെരൂശലേമിലേക്ക് പോകുമ്പോൾ ശമരിയ പട്ടണം വഴി പോകുകയാണെങ്കിൽ 40 കിലോമീറ്ററുകൾ യേശു തമ്പുരാനും ശിഷ്യന്മാർക്കും ലാഭിക്കുവാനായിട്ട് സാധിക്കും. അപ്രകാരം ശമരിയയിൽ കൂടി കടന്നു പോകുമ്പോൾ യേശു തമ്പുരാൻ യെരൂശലേമിലേക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ശമരിയ പട്ടണവാസികൾ യേശു തമ്പുരാനെയും ശിഷ്യന്മാരെയും കൈക്കൊള്ളുന്നതായി കാണുന്നില്ല. നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ മൈൻഡ് ചെയ്തില്ല. എന്നാൽ അതിൽ ദേഷ്യം പൂണ്ട് തൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് പറയുകയാണ്, ഏലിയവയെ പോലെ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ അങ്ങ് ചാമ്പലാക്കട്ടെ എന്ന്. പ്രിയമുള്ളവരെ, അപ്പോൾ യേശു തമ്പുരാൻ അവരോട് പറയുന്നത് ആണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. യേശു തമ്പുരാൻ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഏതാത്മാവിനാലാണ് ഇത് പറയുന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. മനുഷ്യപുത്രൻ ആത്മാക്കളെ നശിപ്പാനല്ല രക്ഷിപ്പാനായിട്ടാണ് വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ അനുയായികളായിരിക്കുന്ന ഞാനും നിങ്ങളും ഈ ഒരു സുവിശേഷം, ഈ ഒരു വാക്യം നമ്മുടെ ഉള്ളിൽ ഉൾക്കൊള്ളേണ്ടതാണ് എന്ന് നാം എന്നും മറന്നു പോകാതിരിക്കണം. പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം അനുഗ്രഹിക്കുവാനും അപരനെ കരുതുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വം ഒരു ക്രിസ്ത്യാനിയായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ യേശു തമ്പുരാൻ തങ്ങളുടെ ദേവാലയം, അതായത് ഗരീസീം മലയിൽ യെരൂശലേം ദേവാലയത്തിന് പകരമായി ശമരിയക്കാര് ഉണ്ടാക്കിയിരിക്കുന്ന ദേവാലയം സന്ദർശിക്കാതെ, അല്ല തങ്ങളുടെ ഗരീസീം മലയിലെ ദേവാലയം സന്ദർശിക്കാതെ യഹൂദന്മാരുടെ ദേവാലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ അതിൽ കോപിഷ്ഠരായിരിക്കുന്ന ശമരിയക്കാരോട് തങ്ങളുടെ ശിഷ്യന്മാരുടെ സംസാരം മൂലമുണ്ടാകുന്നതിന് പ്രതിവാക്യമായി പറയുകയാണ്, ഏതാത്മാവിലാണ് നിങ്ങൾ ഇപ്രകാരം സംസാരിക്കുന്നത്? ശപിക്കുവാനായിട്ടല്ല, അനുഗ്രഹിക്കുവാനായിട്ടാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത് ദൈവപുത്രന്റെ മാത്രം സവിശേഷതയായി കാണരുത്. ദൈവപുത്രനെ അനുകരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും അല്ലെ നമ്മുടെ തലമുറകളുടെയും ഒരു നല്ല സ്വഭാവ സവിശേഷതയായി ഇത് തീരേണ്ടത് ഇന്നിൻ്റെ മക്കളായിരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ആവശ്യകതയാണ്. പലപ്പോഴും ഇന്ന് എടുത്തുചാട്ടത്തിൻ്റെയും അല്ലെങ്കിൽ മുൾശുണ്ടിയുടെയും ഒക്കെ ഒരു ജനവിഭാഗമായി നമ്മൾ മാറുന്നു എന്നുള്ളത് വളരെ നിരാശാജനകമായ ഒരു കാര്യമാണ്. പലപ്പോഴും പ്രാർത്ഥനകളും ഉപവാസങ്ങളും ഒക്കെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനു വേണ്ടി മാത്രമാണ്. എന്നാൽ ഇതൊക്കെ ചെയ്തിട്ടും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടില്ല എങ്കിൽ നമ്മൾ ദൈവത്തോട് പോലും നീരസപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെയാണ് പരിശുദ്ധനായ പാമ്പാടി തിരുമേനി തൻ്റെ ജീവിതം കൊണ്ട് എനിക്കും നിങ്ങൾക്ക് മാതൃകയാകുന്നത്. നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമായ ഒരു സന്ദർഭമാണ് പണ്ടിവിടെ
പാമ്പാടി ദേശത്തൊക്കെ വേനലുണ്ടായിരുന്നപ്പോൾ അതിദുഷ്കരമാകുന്ന വേനൽക്കാലത്ത് കുടിജലവും അതോടൊപ്പം തന്നെ കൃഷിക്കും ജലമില്ലാതിരുന്ന സന്ദർഭങ്ങളിൽ 3 ദിവസത്തെ കുറിയാക്കോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി കുറിയാക്കോസ് ശമ്മാശനായിരുന്ന സമയത്ത് പാമ്പാടി പള്ളിയിൽ 3 ദിവസത്തെ ഉപവാസയജ്ഞം സ്ഥാപിക്കുകയും 3-ാമത്തെ ദിവസം ആ ഉപവാസയജ്ഞത്തിന് ശേഷം എല്ലാവർക്കും കഞ്ഞിവീഴ്ത്തൽ നൽകുകയും ചെയ്തു. എന്നാൽ അതുവരെ യാതൊരു രീതിയിലുണ്ടായിരുന്ന മഴയുടെ കോളുകളും ഇല്ലാതിരുന്നപ്പോൾ ആ കഞ്ഞിവീഴ്ത്തൽ തീരാറായ സമയത്ത് ആകാശമൊക്കെ മേഘാവൃതമായി അന്ന് കണ്ടിട്ടില്ലാത്തവരും ഒരു വർഷവും കഞ്ഞികൾ ഉണ്ടാക്കുവാനുണ്ടായ ആ ചെമ്പുകൾ വരെ ഒഴുകിപ്പോകുന്ന രീതിയിലുള്ള അതിരൂക്ഷമാകുന്ന മഴ പെയ്തു എന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ. എന്നാൽ ആ സന്ദർഭത്തിൽ കുറിയാക്കോസ് ശമ്മാശനെ ഒന്ന് അനുമോദിക്കുവതക്കവണ്ണം ഒരുങ്ങിയ അവിടെ കൂടിയിരുന്ന ജനവിഭാഗം അദ്ദേഹത്തെ കണ്ടതായി ഇവിടെ പറയുന്നില്ല. ആ പള്ളിമേടയിലും ദേവാലയത്തിലുമൊക്കെ തിരഞ്ഞതിന് ശേഷവും അദ്ദേഹത്തെ കാണാതെ വന്നപ്പോൾ മദ്ബായിൽ നിന്ന് ചെറിയ ഒരു കരച്ചിൽ ശബ്ദം കേട്ട് മറനീക്കി നോക്കിയപ്പോൾ അവിടെ ത്രോണോസെ കെട്ടിപ്പിടിച്ച് കരയുന്ന കുറിയാക്കോസ് ശമ്മാസിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്നായിരുന്നെങ്കിൽ 4 റീലും ലൈവും പിന്നെ ഇത് പരമാവധി ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റാറ്റസ് വിട്ട് പരമാവധി പബ്ലിഷ് ചെയ്തേനെ അല്ലേ, ഫാൻ ബേസ് ഒക്കെ ഉണ്ടാക്കി. എന്നാൽ അന്നത്തെ പിതാക്കന്മാർ അങ്ങനെയല്ല എന്നുള്ളത് പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയുടെ ജീവിതത്തിൽ കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. അനുഗ്രഹിക്കുവാനും പ്രാർത്ഥനയും ഉപവാസത്തോടു കൂടി നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കുവാനും നമുക്ക് സാധിക്കുമെന്നുള്ളത് ആ പുണ്യപിതാവിന്റെ ജീവിതത്തിൽ കൂടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 2-ാമത്തെ ചിന്തയാണ് ലൗകികരാകാതെ ദൈവികരായി തീരുവാൻ നമുക്ക് സാധ്യമായി തീരണം. ഇവിടെ ക്രിസ്തു തന്നെ തിരസ്കരിക്കുന്നത് കാണുമ്പോൾ യാതൊരു രീതിയിലും അസ്വസ്ഥതപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ തൻ്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും ഇതുമൂലം അസ്വസ്ഥതപ്പെടുമ്പോൾ അവരെ സമാശ്വാസിപ്പിടിക്കുകയും അവരോട് നല്ല പാതകൾ പകർന്നു നൽകുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ പഴയ നിയമത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഏലിയാ പ്രവാചകന്റെ ഒരു സന്ദർഭമാണ് ഓർമ്മ വരുന്നത്. അസഖ്യ രാജാവ് ദീനം പിടിച്ച് കിടക്കുമ്പോൾ സൗഖ്യത്തിനായി എക്രോനിലെ ദേവനായ ബേൽ ശബൂബിനോട് പ്രാർത്ഥിക്കുവാനും അപേക്ഷിക്കുവാനും ദൂതന്മാരെ പറഞ്ഞയക്കുന്നുണ്ട്. അപ്പോൾ ഏലിയാവ് പറയുന്നുണ്ട്, ഇസ്രായേലിൽ ഒരു ദൈവമില്ലാഞ്ഞിട്ടോ ബാലിന്റെ അടുക്കിലേക്ക് പോകുന്നത് നീ ഇതുമൂലം മരണപ്പെടുമെന്ന്. എന്നാൽ ഇതിന്റെ തീവ്രത മനസ്സിലാക്കി ഏലിയാ പ്രവാചകനെ തിരികെ വിളിച്ച് പ്രാർത്ഥിക്കുകയും സൗഖ്യത്തിന്റെ ഇതിലേക്ക് കടന്നു വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ലൗകികരാകാതെ ലോകത്തിൻ്റെതായ മോഹങ്ങളിലേക്ക് വീണു പോകാതെ ദൈവത്തെ, യഥാർത്ഥമായ ദൈവത്തെ തിരിച്ചറിഞ്ഞ ദൈവികരായി തീരുവാൻ നമുക്ക് സാധ്യമായി തീരണം. ഇന്ന് പലപ്പോഴും നമ്മുടെ ആഘോഷങ്ങളും നമ്മുടെ പെരുന്നാളുകളും നമ്മുടെ ജീവിതത്തിലെ പ്രധാന സന്ദർഭങ്ങളുമൊക്കെ ദൈവത്തെ മറന്നുകൊണ്ടുള്ളതാണ് എന്നുള്ളതിൽ അല്പസ്വല്പം സങ്കടത്തോടുകൂടി പറയേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അതിര് കടന്ന പല പ്രവർത്തികളിലേക്കും കടന്നു പോകുന്നു. അവിടെയാണ് പലപ്പോഴും നാം എങ്ങനെയുള്ളവരാണ് എന്ന് ചിന്തിക്കേണ്ടത്. നമ്മുടെ വിവാഹങ്ങൾ, വീട് കൂതാശകൾ, ദേവാലയത്തിലെ പെരുന്നാളുകൾ, ബർത്ത്ഡേ സെലിബ്രേഷനുകളൊക്കെ ഒരു പരിധി കൂടുതൽ അതിര് കടക്കുന്ന രീതിയിലേക്കാണ് കടന്നു പോകുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ശുശ്രൂഷിക്കുന്ന മധ്യപ്രദേശിലെ സാഗർ പ്രദേശത്ത് ഞാൻ എൻ്റെ കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് പോകുമ്പോൾ വളരെ ഹൃദയഭംഗമായ ഒരു കാഴ്ച കണ്ടു. ഒരു വിവാഹത്തിന് വേണ്ടി വധു പോകുന്ന യാത്രയാണ്. ഓട്ടോയിൽ, നമ്മുടെ പണ്ട് കാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു വിക്രം ഓട്ടോ എന്ന് പറയും, ഇപ്പം ഇവിടെ കാണാറില്ല. ആ വിക്രം ഓട്ടോയിൽ, അത് പണ്ടത്തെ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നിരിക്കുന്ന ഒരു വിക്രം ഓട്ടോയിൽ, ഇവിടെ ഒരു വരി സീറ്റാണെങ്കിൽ അവിടെ ഡ്രൈവർക്ക് പുറകിൽ തിരിഞ്ഞൊരു സീറ്റുമുണ്ട്. അപ്പം ആ ഒരു വരി സീറ്റും നേരെയുള്ളൊരു സീറ്റും കുത്തി നിറച്ച ആൾക്കാരും അതിലൊരു വധുവും ഇരുന്ന് കല്യാണത്തിന് വേണ്ടി പോവുകയാണ്.
ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ത്രീക്ക് അല്ലെ ഒരു പുരുഷന് തൻ്റെ വിവാഹത്തിന് തൻ്റെ കുടുംബാംഗങ്ങളുമായി പഴയ ഒരു ഓട്ടോയിൽ വിവാഹത്തിന് വേണ്ടി മണ്ഡപത്തിലേക്ക് പോകുന്നത് സ്വപ്നം കാണാനായിട്ട് സാധ്യമാവുന്നുണ്ടോ? അതുപോലെ തന്നെ മരണമടഞ്ഞ ഒരു വീട്ടിൽ മൃതശരീരം വെക്കുവാനായിട്ട് മൊബൈൽ മോർച്ചറി ഇല്ലാത്ത വീട്ടിൽ മീൻ വാങ്ങുന്ന തെർമോകോളിന്റെ പെട്ടി 3 നടുക്കൂന്ന് കീറി അതിൻ്റെ അകത്ത് ഐസ് ഇട്ടിട്ട് അതിൻ്റെ മേളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് അതിൻ്റെ മേളിൽ മൃതശരീരം വെച്ച് ബന്ധുക്കൾ ദൂരെ നിന്ന് വരുവാനായിട്ട് കാത്തിരിക്കുന്ന ഒരു കുടുംബത്തെ കാണാൻ സാധിച്ചു. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞാനും നിങ്ങളുമായിരിക്കുന്ന ഈ കേരള ജനവിഭാഗം അല്ലെ ക്രിസ്തവ ജനവിഭാഗം എത്രമാത്രം അനുഗ്രഹീതരാണ്. യേശു തമ്പുരാൻ നമ്മളെ എത്രമാത്രം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു നൽകിയിരിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടതാണ്. പക്ഷെ പലപ്പോഴും നാം അതിൽ നിന്നൊക്കെ മറന്നുകൊണ്ട് മറ്റുള്ളവരെ എത്രമാത്രം നമ്മുടെ അനുഗ്രഹങ്ങൾ കാണിച്ചുകൊണ്ട് അതിൻ്റെ ഒരു എക്സിബിഷൻസിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നുള്ളതിലേക്കാണ് കടന്നു പോകുന്നത്. പ്രിയമുള്ളവരെ, എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവാംശമുള്ളവരായി, ദൈവാനുഗ്രഹങ്ങൾ ചൊരിയുന്നവരായി, മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നവരായി തീരുവാൻ ദൈവം എന്നെയും നിങ്ങളെയും സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.